അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തേക്കുന്നത്. അത് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ നമുക്ക് ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനത്തെ റൈസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ റൈസ് എടുക്കുക, അല്ലെങ്കിൽ സാധാരണ പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ 1.5 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തേക്കുന്നത്. ഈ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരിക്കണം. പിന്നെ വേണ്ടത് ഉഴുന്നാണ്. അത് 1.5 കപ്പ് അരി എടുക്കുമ്പോൾ അതിന്റെ പകുതി ഉഴുന്നെടുക്കുക. ഞാനിവിടെ 3/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരിക്കണം. ഉഴുന്ന് ഒരു 2 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടും. പക്ഷെ അരി കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും. ഒരു 3-4 മണിക്കൂർ എടുക്കും അരി കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഉലുവയാണ്. ഞാനിവിടെ 2 നുള്ളു ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ നിങ്ങൾ കൂടുതൽ ചേർക്കരുത്. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് ഒരു കൈപ്പരസം ഉണ്ടാവും. ഇത് 2 നുള്ളു ഉലുവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 18 ഉലുവ ഉണ്ടാവും. പിന്നെ ചോറ് വേണം. ഇഡ്ഡലിയിലേക്ക് ചോറ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചോറ് ചേർക്കുന്നത്. ഞാനിവിടെ വെള്ളച്ചോറാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന കുത്തരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ വെള്ളച്ചോറ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് നല്ലൊരു വെള്ള കളർ ഉണ്ടാവും. പിന്നെ ഇതിലേക്കുള്ള അരിയും ഉഴുന്നും നിങ്ങൾ കുതിർത്താൻ വേണ്ടിയിട്ട് ഇടുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം കുതിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഉഴുന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചിട്ട് എടുക്കണം. അരി അരച്ചെടുക്കുമ്പോൾ ഇഡ്ഡലിയുടെ പോലെ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയതായിട്ട് തരി ഉണ്ടായാൽ മാത്രമേ ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അരി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി നമ്മൾ ചുട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ചൂടോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഡ്ഡലി പതിഞ്ഞ പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ചിലർ റവ ഇഡ്ഡലി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഇഡ്ഡലി വേണമെന്നുണ്ടെങ്കിൽ അരി അരച്ചെടുക്കുമ്പോൾ റവയുടെ പോലെ ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചിട്ടെടുക്കണം. ഒരുപാട് തരി പാടില്ല, ചെറുതായിട്ട് തരി മതി. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇഡ്ഡലി ആക്കാന്ന്. ഇഡ്ഡലി റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ റൈസാണ് ഇഡ്ഡലി റൈസ്. ഇതിൻ്റെ അരിമണി വളരെ ചെറിയ ചെറിയ മണിയായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഇഡ്ഡലി റൈസ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ റൈസ് എടുക്കുക. അല്ലെങ്കിൽ സാധാരണ പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ റൈസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലതായിരിക്കാം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഈ ഏറ്റവും ആദ്യം പച്ചരി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ കുറച്ച് അരി ഉള്ളതുകൊണ്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ഒറ്റ ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഈ അരിയൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. പിന്നെ അരി അരയണില്ലെങ്കിൽ മാത്രം വെള്ളം അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇഡ്ഡലിയുടെ മാവ് നിങ്ങൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്, ചെറുതായിട്ട് തിക്കായിട്ടിരിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ദോശയുടെ മാവൊക്കെയും അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കണം. പക്ഷേ ഇഡ്ഡലിയുടെ മാവ് കുറച്ച് തിക്കായിട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കരുത്. ഞാനിപ്പോൾ അരി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്തിക്കുന്നത്. അരി അരച്ചെടുത്തിട്ടുണ്ട്. അരി അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ടിങ്ങനെ തരി പോലെ കാണണം. ഒരുപാട് തരി പോലെ വരരുത് കേട്ടോ. നിങ്ങൾ അരി അരച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ അരി അരച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണ്. അപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഈ ഉഴുന്നും അരിയൊക്കെ നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നന്നായിട്ട് കഴുകണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുക. ഞാനിവിടെ വെള്ളച്ചോറാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഈ പച്ചരി തന്നെ വേവിച്ചെടുത്തതാണ് ഈ ചോറ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിലേക്ക് 2 നുള്ള് ഉലുവ ചേർക്കുക. ഉലുവയും ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഈ 2 നുള്ള് ഉലുവയും കുതിർത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഉലുവ കൂടുതൽ ചേർക്കരുത്. ഇത് 2 നുള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു 18 ഉലുവയുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആ ഉഴുന്ന് നിങ്ങൾ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്താൻ ഇട്ടേക്കണ കാരണം ആ ഉഴുന്ന് കുതിർത്തിയെടുത്ത വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുക്കാം. ഒന്നും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കൈ കൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇത് അരിയും ഉഴുന്നും കൂടിയിട്ട് നന്നായിട്ട് യോജിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് അടിയിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ മാവ് നിങ്ങൾ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കണം. എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ തലേദിവസം രാത്രി അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും മാവ് റെഡി ആയിട്ടുണ്ടാവും. ഇഡ്ഡലിക്കൊക്കെ മാവ് ഒരുപാട് പുളിക്കേണ്ട ആവശ്യമില്ല. അതായിരിക്കും ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് നന്നായിട്ട് പുളിക്കണം. ദോശയ്ക്ക് മാവ് നന്നായിട്ട് പുളിക്കണം. ഇഡ്ഡലിക്ക് മാവ് ചെറുതായിട്ട് പുളിച്ചാൽ മതി. ഇപ്പോൾ ഇഡ്ഡലി മാവ് ചെറുതായിട്ട് പുളിച്ച് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് മാവിന് റെഡി ആയി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ആദ്യം തന്നെ മാവ് അരച്ച് വെക്കുമ്പോൾ ഉപ്പ് ചേർക്കണ്ട. നിങ്ങൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. ഈ ഉപ്പ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മാവൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഒരു മയത്തിൽ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ മാവ് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലി ചുട്ടെടുക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. ഈ ഇഡ്ഡലി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കുക. ഒരുപാട് വെള്ളം ആവശ്യമില്ല. അത് നിങ്ങൾ ഓരോ പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കി കഴിയുമ്പോഴും ഈ പാത്രത്തിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. ഈ ഇഡ്ഡലിയുടെ തട്ടിൽ നിങ്ങൾ മാവ് ഒഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് ഓരോ തട്ടിലും കുറേശ്ശെ ഓയിലൊന്ന് തടവി കൊടുക്കണം. അപ്പോഴായിരിക്കും ഇഡ്ഡലി നമുക്ക് ഈ പാത്രത്തിൽ ഒട്ടും ഒട്ടി പിടിക്കാണ്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുക. ഒരുപാട് ഓയിൽ തേക്കണ്ട, ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കുന്നത്. എനിക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇപ്പോൾ വേറെ ഇങ്ങനെ 2-3 തട്ടൊക്കെ ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷേ അങ്ങനത്തേൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിയിലെ ലെയറിൽ ഇഡ്ഡലിയൊക്കെ പൊന്തി വന്നു കഴിയുമ്പോൾ ഈ മുകളിൽ ഈ ലെയറിൻ്റെ ഏറ്റവും അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഞാൻ മിക്കപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇഡ്ഡലി പാത്രം ഇഷ്ടമല്ല. എനിക്ക് ഇതേപോലത്തെ നമ്മുടെ സാധാരണ പഴയ ടൈപ്പ് ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ തന്നെ ഇഷ്ടം. ഇത് ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ടെന്താണ്. ഇതൊരു ചെറിയൊരു ഇഡ്ഡലി പാത്രമാണ്. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ വെച്ച് കൊണ്ടുവരാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം മൂടി വയ്ക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഇഡ്ഡലിയുടെ തട്ട് വയ്ക്കുക. ഈ തട്ട് ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാവ് ഒഴിക്കുക. അതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടിരിക്കുക. മാവ് ഒഴിച്ച് കൊടുക്കുക. ഇനി മൂടി വയ്ക്കുക. ഇതേപോലെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കരുത്. തീ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കണം. അപ്പോഴായിരിക്കും ഇഡ്ഡലി നന്നായിട്ട് പൊന്തി വരിക. അല്ലെങ്കിൽ തീ എങ്ങാനും കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി അങ്ങനെ താഴത്തേക്ക് ഇരുന്ന് പോകും. ഇപ്പോൾ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. ഇഡ്ഡലി വെന്ത് കഴിയുമ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊന്തി വരും. ഇനിയിപ്പോൾ നിങ്ങൾ ഇഡ്ഡലി വെന്തിട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഏറ്റവും അധികമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇഡ്ഡലി വെന്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇഡ്ഡലി വെന്തിട്ടുണ്ടാവും. ഇനി ഇഡ്ഡലി ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഈ തട്ടിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടി എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഡ്ഡലി പൊടിഞ്ഞു പോകും. അപ്പോൾ ഇഡ്ഡലി ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇഡ്ഡലി പുറത്തേക്ക് ഇടുക. ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കുക ഇഡ്ഡലി. ഇത് കയ്യിൽ പിടിക്കുമ്പോഴും തീരെ കനം തോന്നില്ല നമുക്ക്. ഇഡ്ഡലിക്ക് നമുക്ക് സാമ്പാറോ അല്ലെങ്കിൽ ചട്നിയോ ഒന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടും. ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി നമുക്ക് എടുക്കാം. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഈ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനുള്ള ചട്നിയും ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ മിയ കിച്ചൻ കോക്കനട്ട് ചട്നി എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി. ഞാനൊരു 2-3 ടൈപ്പ് കോക്കനട്ട് ചട്നി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ഏത് റെസിപ്പി വേണമെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൺ അടിച്ചിട്ട് ആ റെസിപ്പിയുടെ പേരടിച്ചാൽ മതി. കാരണം എൻ്റെ അടുത്ത് മിക്കവാറും ഇപ്പോൾ വാട്സാപ്പിലേക്ക് ചോദിക്കാറുണ്ട് ഓരോ റെസിപ്പികൾ. അപ്പോൾ
അതെനിക്കിങ്ങനെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും എളുപ്പം നിങ്ങളത് യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഒരാൾ എൻ്റെ അടുത്ത് ഷാജ ഷെയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിയ കിച്ചൻ ഷാജ ഷെയ്ക്ക് എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും.